കട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്ന ഗേൾഫ്രണ്ടിന്റെ പേരറിയാൻ ഏട്ടന് താല്പര്യമുണ്ടല്ലേ? അവളുടെ പേര് പ്രീത എന്നാ. കിരൺ, what do you mean by that? പ്രീതയോ? What? പ്രീത? Rita. I said Rita Fernandez. Okay. റീതയോ? എടാ, നിനക്കതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുകൂടായിരുന്നോ? ക്ലിയർ ആയിട്ട് പറയാതിരുന്ന പിന്നെ ഞാനത് എങ്ങനെ? താൻ എന്താന്നാ കേട്ടെ? അങ്ങനെയാണോ? അതുപോലെ ഏട്ടാ, എനിക്ക് ഈ പീല് തുടങ്ങുന്ന പേരൊന്നും ഇഷ്ടമല്ല. യുനോ, പ്രീത, പൃഥ്വി എന്നൊക്കെ. ഐ ഹേറ്റ് ദം. ഐ എം സോറി. എക്സ്ക്യൂസ് മീ രോഹിത് സർ. പ്രീത പോയത് കണ്ടോ? ഞാനിപ്പോ വരാം. ഇനിയിപ്പോ ഞാൻ മാത്രമാണോ തെറ്റായിട്ട് കേട്ടെ? അവൻ റീത തന്നെയാണോ പറഞ്ഞേ? താങ്ക് ഗോഡ് അവൻ പ്രീതയുടെ പേര് പറഞ്ഞില്ലല്ലോ. ഒരു നിമിഷത്തേക്ക് എന്റെ ജീവൻ പോയി. കുറച്ച് വെള്ളം കുടിക്കട്ടെ. പ്രീത, പ്രീത, ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. നിക്ക് പ്രീത. നിനക്ക് ഇത്രയും ധൈര്യം എവിടെ നിന്ന് വന്നു? നീ ഒരു കാര്യം പറയൂ, ഞാനെന്താ നിന്റെ ഗേൾഫ്രണ്ട് ആണോ? അല്ലല്ലോ. പിന്നെ നിന്റെ വായിന്ന് ഇതൊക്കെ എങ്ങനെയാ വന്നത്? നിന്റെ തലയിൽ ശരിക്കും ആൾ താമസം ഉണ്ടോ? അതും മണ്ടത്തരം മാത്രമേ ഉള്ളൂ. നീ എന്തിനാ രോഹിത് സാറിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എന്നോട് പറ. അതേ, ഞാൻ മറ്റൊരാളുമായി വിവാഹത്തിന് തയ്യാറായിരിക്കുന്ന ഒരു പെണ്ണാണ്. ആ ബോധമെങ്കിൽ നിനക്കുണ്ടോ? മറ്റാരെങ്കിലും ഇത് കേട്ടിരുന്നെങ്കിൽ അവർ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചേനെ? ഒരു തവണ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും ചോദ്യം ചേർന്ന് അവളുടെ ജീവിതകാലം മുഴുവൻ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കറിയാം, ഞാൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. കാരണം നിനക്കെല്ലാം ഒരു കളി തമാശ മാത്രമാണ്. നിനക്ക് പെൺകുട്ടികളുടെ ഭാവിയെ പറ്റി ഒരു ചിന്തയില്ല. ഞാനൊരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോ ഒന്ന് കേൾക്കാനെങ്കിലും ശ്രമിക്കേ. നോക്ക്, എനിക്ക് ദേഷ്യം വരുമെന്നേ. എനിക്ക് നന്നായിട്ട് ദേഷ്യം വരും. നീ ചെയ്യുന്ന കാര്യങ്ങളും എന്നെ ദേഷ്യം പഠിപ്പിക്കുന്ന തന്നെയാ. അതുകൊണ്ട് എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നേ. എനിക്കറിയാം ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഞാനൊരു തെറ്റ് ചെയ്തു പോയി. അതിന് സോറി പറയാൻ ഞാൻ തയ്യാറാ. പിന്നൊരു കാര്യം, നിന്നെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ നിന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ കാരണം നിന്റെ മാന്യത ഒരിക്കലും കുറഞ്ഞു പോവില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഓക്കെ? I'm sorry. I'm really sorry. നിക്ക്. ഐ എം സോറി ടു. ഞാൻ നിന്റെ എല്ലാ ഗേൾ ഫ്രണ്ട്സിനെയും ഒരേ സമയം വിളിച്ചു വരുത്തി അത് കഴിഞ്ഞ് വലിയ സീൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുപോലെ നിനക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ ഫീൽ ചെയ്യണം എല്ലാ തവണയും. സോറി, നീ എപ്പോഴും സോറി പറഞ്ഞോണ്ടേ ഇരിക്കണം. പക്ഷെ ഇങ്ങനെയല്ല, നിന്റെ ചെവി പിടിച്ചോണ്ട്. ഓ, ചെവി പിടിച്ചു വേണമല്ലേ? യെസ്. ഇതാ പിടിച്ചോ.
നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാണല്ലേ? എന്താണ്? അത് പിന്നെ നോക്ക്, എനിക്കൊന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് ഓർമ്മ കിട്ടുന്നതേ ഇല്ല. എനിക്കെന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളുടെ അഫയറിനെ പറ്റി അറിയാമെന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ എനിക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ അഫയറിനെ പറ്റി അറിയാവുന്നത്. ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് എതിരെ നിന്നപ്പോ ഞാൻ മാത്രമാണോ സപ്പോർട്ട് ചെയ്ത്? ഇതെല്ലാം ഒരു സിനിമാ കഥയാണ് ആന്റി, ഇങ്ങനൊന്നും അല്ല. സത്യമായിട്ട് അങ്ങനെയൊന്നും അല്ല. ശരിക്കും? ശരിക്കും ഇല്ലെന്ന്. അങ്ങനെയൊന്നുമില്ലേ? എന്തുകൊണ്ടില്ല? സത്യം പറയാലോ, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണ്. അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ ജോഡിയൊന്നും അല്ല ആന്റി. ആന്റി എന്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടോ? ഐ മീൻ, അവള് ഭയങ്കര ഹോട്ടാന്നേ. അതേസമയം ഈ പ്രീതി ഉണ്ടല്ലോ, നീ ആണെങ്കിൽ എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം ആന്റി. അവന് ഭ്രാന്തനാണെന്നേ. നുണച്ചി. എനിക്കറിയാം, അവൻ തന്നെയാണ് നിന്റെ യഥാർത്ഥ ഹീറോ എന്ന്. അങ്ങനെ ഒന്നുമില്ല ജാനകി ആന്റി. ആന്റിയുടെ ഓർമ്മ പോയ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുക. അറിയില്ല എനിക്ക് എന്തായി സംഭവിക്കുന്നെന്ന്. എന്റെ മനസ്സ് എങ്ങോട്ടൊക്കെ പോവാ. എന്തോറ്റി? ചിലപ്പോ ഡാൻസ്, ചിലപ്പോ ക്രിക്കറ്റ്. എന്റെ അഹനെ ഹീറോയിന്ന് സൂപ്പർ ഹീറോയെ മാറിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇനി നീ എങ്ങോട്ടും മാഞ്ഞു പോകാൻ പാടില്ല. എന്റെ അടുത്ത് തന്നെ നിന്നോ കേട്ടോ. എന്താ ഇത് ഏട്ടാ? എന്താ ചേട്ടാന്നോ? ഐ എം സൂപ്പർ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. വെരി ഗുഡ്. എന്നാ വാടാ, കേക്ക് കിട്ടിയാ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യാം. കം കം. എന്റെ ദൈവമേ, ഈ ജാനകി ഇത് എവിടെ പോയി? രാധികെ, ഈ ബാത്റൂം എവിടെയാണ്? മുകളിൽ കയറി ചെല്ലുമ്പോ ഇടതുവശത്തെ ആദ്യത്തെ മുറി. ശരി. യെസ്, ഇത് വളരെ നല്ല അവസരമാണ്. ഇത്തവണ ഇവരെ കൊല്ലുക തന്നെ വേണം. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അറ്റൻഷൻ പ്ലീസ്. സോ താങ്ക് യു ഫോർ കമ്മിങ് ഓൺ ദി സ്പെഷ്യൽ ഡേ. ഇനി നിങ്ങളുടെ ഈ സൂപ്പർ സ്റ്റാർ സക്സസിന്റെ സന്തോഷത്തിന്റെ കേക്ക് മുറിക്കുന്നതായിരിക്കും. ആൻഡ് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു പ്ലീസ് കം ഫോർവേഡ്. ലെറ്റ്സ് കട്ട് ദി കേക്ക്. മുതശ്ശി ഇങ്ങോട്ട് ഏട്ടാ, കോച്ച് എവിടെയാ? എടാ, ഞാൻ കണ്ടില്ല. സമീർ, നീ ഒന്ന് പുറത്തേ നോക്ക്. അവിടെ എവിടെയെങ്കിലും കാണാൻ നോക്കാം. ചെല്ലേ. കോച്ച് എത്തിയല്ലോ. വരൂ സാർ. ഐ എം വെരി സോറി കിരൺ. നിനക്ക് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം അഭിനന്ദിക്കാനായി ധാരാളം ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്. അതാ ഞാൻ പുറത്തു പോയത്. എനിക്ക് ടീമിൽ സെലക്ഷൻ കിട്ടിയതുപോലെയാ എനിക്ക് കുറച്ചു നേരം തോന്നിയത്. സാറേ, അവൻ സെലക്ട് ആയത് എന്നെ സാറ് കാരണമാണ്. ഇപ്പൊ കോച്ച് വന്നല്ലോ, ഇനി കട്ട് ചെയ്യാം.
ജാനകി, ഈ ജാനകിക്ക് എന്താ പറ്റിയത്? ജാനകി ആന്റി, ജാനകി, ജാനകി ആന്റി, ആരെങ്കിലും കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഗിരീഷ് കുറച്ച് വെള്ളം കൊണ്ടുവാ, ഞാൻ കൊണ്ടുവരാം. ജാനകി ആന്റി, ആരെങ്കിലും പറയ് ഈ കളവി ചത്തെന്ന്. ജാനകി ആന്റി, കണ്ണ് തുറക്ക്. ജാനകി ആന്റി. ആന്റി കണ്ണ് തുറക്കുന്നുണ്ട്. Oh God. എഴുന്നേൽക്ക് ആന്റി. കുഴപ്പമൊന്നുമില്ലല്ലോ. മോനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്ക്. ജാനകി ആന്റി, ആന്റിക്ക് നല്ല വേദന തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയും. ഇല്ല പ്രീത, ഒന്നുമില്ല. ചെറുതായിട്ടൊരു വേദനയുണ്ട്. നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഒരു തവണ പറഞ്ഞില്ലേ, ഒരു കുഴപ്പമില്ല എനിക്ക്. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. നീ ഇനി എപ്പോഴാ മാറുന്നത്? അന്ന് നല്ല മഴയുള്ള ഒരു ദിവസം സൃഷ്ടി വീട്ടിലെത്തിയില്ല എന്നും പറഞ്ഞ് നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് ഓർമ്മയുണ്ടോ നിനക്ക്? അതുപോലെ തന്നെ രോഹിത്തിന്റെ എൻഗേജ്മെന്റിന് എന്തൊരു ബഹളമായിരുന്നു നിനക്ക്. അപ്പോഴാണ് പറഞ്ഞത് നീ വളരെ പേടിച്ചിരിക്കുകയാണെന്ന്. പൊട്ടിപ്പെണ്ണെ. ഓ ഗോഡ്, ജാനകി ആന്റിയുടെ മെമ്മറി തിരിച്ചു വന്നു. ആന്റിക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. എനിക്കെല്ലാം ഇപ്പൊ ഓർമ്മ വരുന്നു. ഓർമ്മ വരുന്നുണ്ട്. ഓ ഗോഡ്, ഈ തള്ളയ്ക്ക് എന്നെ മനസ്സിലാവുന്നതിന് മുന്നേ ഇവിടുന്ന് രക്ഷപ്പെടണം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിൽ തള്ളയ്ക്കനെ എപ്പോ വേണമെങ്കിലും ഓർമ്മ വന്നേക്കാം, അതും എല്ലാരെയും മുന്നിൽ വെച്ച്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ആരും അറിയാതെ ഈ പാർട്ടിയിൽ നിന്ന് പതുക്കെ മുങ്ങിയേക്കാം. ഈ ജാനകി ആന്റി പൃഥ്വി എന്തിനാണ് വിളിക്കുന്നത്? ജാനകി ആന്റി പൃഥ്വിയുടെ എന്തിനും രഹസ്യം പറയാൻ പോവാണോ? ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കാണും. എന്ത് വൃത്തികെട്ട മനുഷ്യനാണിവൻ. ഇവന്റെ കള്ളത്തര ഇന്നെങ്കിലും പുറത്തു വന്നിരുന്നെങ്കിൽ. ഇവിടെ വരൂ പൃഥ്വി. ജാനകി, നീ എന്തിനാ അവനെ അങ്ങനെ വിളിക്കുന്നത്? ശ്രദ്ധിച്ചു, ജാനകി വീഴും. ഒരു മിനിറ്റ് ചേച്ചി. ജാനകി ആന്റി, സൂക്ഷിച്ച്. ഞാൻ മോന്റെ അടുത്തേക്ക് വരാനുള്ള കാരണം അടുത്തു വരുമ്പോ എനിക്ക് വല്ലതും ഓർത്തെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അത് നടക്കുന്നില്ല. എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. എന്റെ ദൈവമേ, ഞാനെല്ലാം മറക്കുന്നു. എന്തുകൊണ്ടൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. എന്നാ മോൻ വീട്ടിൽ വന്ന കാര്യവും പ്രീതിയുമായി മോന്റെ എൻഗേജ്മെന്റ് നടന്ന കാര്യവും എന്തുകൊണ്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എപ്പോഴാണല്ലോ ഉറപ്പിച്ചത്? ഈ എൻഗേജ്മെന്റ് എപ്പോഴാ നടന്നത്? ഓ എന്റെ ദൈവമേ, എന്തുകൊണ്ടാ എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നത്? ആന്റി, ആന്റി ഇത്രയും ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഒരു പ്രശ്നമില്ല. കണ്ടില്ലേ ആന്റി ഇന്ന് എത്ര കാര്യങ്ങൾ ഓർത്തെടുത്തേന്ന്.
പതുക്കെ പതുക്കെ ആന്റിക്ക് എല്ലാം ഓർമ്മ വരും. ആന്റി ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ വരുന്നില്ല. വരുന്നേ. കിരൺ, കേക്ക് മുറിക്കും മോനെ. എന്നോട് ക്ഷമിക്കണം മോനെ. നിന്റെ ഈ ഫംഗ്ഷനിൽ ആന്റിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ. പെട്ടെന്ന് കേക്ക് മുറിക്കും മോനെ. എനിക്ക് കേക്ക് വളരെ ഇഷ്ടമാ. ശരി ആന്റി. ഷെർലിൻ, നീ എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? കിരൺ ദേ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങോട്ട് വരൂ. ഷെർലിൻ, എന്നെ മനസ്സിലായി കാണുമോ? ഷെർലിൻ, നീ രോഹിത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണ് തന്നെയല്ലേ? അതെ ആന്റി. താങ്ക് ഗോഡ്. എൻഗേജ്മെന്റിന് ഇവർക്ക് എന്താ സംഭവിച്ചെന്ന് ഓർമ്മയേ ഇല്ല. There you go. Congratulations. Thank you. മൂന്നാല് ദിവസം കഴിഞ്ഞ് നീ അങ്ങ് പോവില്ലേ? നിന്നെ ശരിക്കും ഞാൻ മിസ് ചെയ്യൂടാ. അമ്മേ, ഞാൻ ഉപ്പ് വാങ്ങാനായിട്ട് കടയിലേക്ക് പോവാ. ഇന്നത്തേക്ക് നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെ നാളെ എന്താകുമെന്ന് എനിക്കറിയില്ല. വേറെ എന്തെങ്കിലും വേണോ അമ്മേ? ഉണ്ട്. എന്റെ കപ്പ് സിറപ്പ് വാങ്ങിയിട്ട് വരണേ. ഞാൻ വാങ്ങില്ല. വാങ്ങിയിട്ട് വരില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ വന്ന് ചോദിച്ചേ? എനിക്കറിയായിരുന്നു അമ്മ കപ്പ് സിറപ്പിന്റെ കാര്യം തന്നെ പറയുന്നു. എനിക്ക് തോന്നി അമ്മ അമ്മയുടെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് വാങ്ങിട്ട് വരാനോ അല്ലെങ്കിൽ അമ്മയുടെ ഫേവറേറ്റ് പലഹാരം വാങ്ങിട്ട് വരാനോ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരാനോ പറയുമെന്ന് വിചാരിച്ചു. അല്ലാതെ എപ്പോഴും ഒരു കപ്പ് സിറപ്പ്. എന്നാ പിന്നെ നീ പോയാ വിഷങ്ങൾ അമ്മേ, ഞാൻ പോവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് പോയി വാങ്ങിച്ചോണ്ട് വരട്ടെ. ഞാൻ ഇതാര് കിരൺ? നമസ്കാരം. വാ വാ. അമ്മ ആന്റിക്കായിട്ട് ചോക്ലേറ്റ് തന്നു വിട്ടായിരുന്നു, അന്ന് മറന്നുപോയി തരാൻ. ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ മോനെ? ആന്റി, നിങ്ങൾ എന്റെ പാർട്ടിയിൽ വന്ന് അനുഗ്രഹിച്ചില്ലേ, അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഗിഫ്റ്റ് തരണ്ടേ? നിങ്ങളുടെ വലിയ മനസ്സുകാരനാണ് ഞങ്ങളൊക്കെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത്. സത്യത്തിൽ ഇതിന്റെ ഒരു ആവശ്യമില്ല. ആന്റി ഇത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് വിഷമാവും. ആന്റി പ്ലീസ്. എന്തായാലും അകത്തേക്ക് വരൂ. വരൂന്നേ. ശരി. ഹായ്. ഹായ്. മോനെ ഇരിക്കിരിക്കെ ഇങ്ങോട്ടിരിക്കെ. ഹേ ബേബ്സ്, ഹൗ ആർ യു? ഈ ചോക്ലേറ്റിൽ ആൽക്കഹോൾ ചേർത്തിരിക്കുക. സൃഷ്ടിക്കൊന്നും കൊടുത്തില്ലേ? അത് തന്നെ. മുത്തശ്ശിക്ക് വേണ്ടിയാ. എന്നാ പറയ് ബേബ്സ്. സരള, നീ ഇത് കേട്ടോ? എന്താ വിളിച്ചെന്ന്? എനിക്കിപ്പോൾ ഇവന്റെ ചെവി പൊന്നാക്കാനാ തോന്നുന്നത്.